പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി പ്രത്യേകത ഉണ്ട്. നിങ്ങൾ തന്നെ പറ. മക്കള് തന്നെ പറയാ എന്താണെന്ന്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുത്തുചേച്ചി ഉണ്ടാക്കിയത്. മുത്തുചേച്ചി ഉണ്ടാക്കിയത്? അങ്ങനെയാണെങ്കിൽ പ്രത്യേകത എന്നല്ല പറയണ്ടേ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കുഴപ്പമുണ്ടെന്ന് വേണം പറയാൻ. എന്നാലേ നീ കഴിക്കട്ടെ. വേണ്ട കഴിക്കണ്ട. അല്ല, ഞാൻ കഴിച്ചു നോക്കാം, കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അയ്യോ, ബുദ്ധിമുട്ട് കഴിക്കല്ലേ, വേണ്ട. അങ്ങനെ പറയാതെ. ഒന്നുമില്ലേലും പാചകശ്രേഷ്ഠ തങ്ക ക്ലീറ്റസിന്റെ മകളല്ലേ, മോശമാകാൻ വഴിയില്ല. പാചകശ്രേഷ്ഠ ആരുടെ മോളാണെന്ന് പറയാത്ത എന്താ? അതെനിക്കറിയാം. അമ്മൂമ്മ എപ്പോഴും പറയാറില്ലേ അമ്മയെ തവിട് കൊടുത്താണ് വാങ്ങിച്ചത്. എന്തോ കനകനെ ഒന്ന് വിളിച്ചേ. ഞാൻ മാമനെ വിളിച്ചേ, അപ്പൊ പറഞ്ഞു ഉച്ചയാവാതെ എന്നെ വിളിക്കലെന്ന് പറഞ്ഞു. വിളിച്ചാൽ നല്ല വഴക്ക് കിട്ടും. വെളുപ്പിനെങ്ങാണ്ടാ വന്നത്. ഇന്നലെ ഏതോ ഒരു വിസ തട്ടിപ്പുകാരനെ തിരക്കി എവിടെയോ പോയതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. പോലീസുകാരല്ല അവിടെ. അതിൽ പോയ ബിജു എന്ന് പറയുന്ന ഒരു പോലീസുകാരന് അവിടെ വെച്ച് എന്തോ പ്രശ്നം ഉണ്ടായി, പരിക്ക് പറ്റി. അങ്ങനെ പിന്നെ മച്ചമ്പി വിളിച്ച് മച്ചമ്പി ചെന്ന് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അയാളെ വീട്ടിലൊക്കെ ആക്കിയിട്ട് അതാ ലേറ്റായെന്ന് പറഞ്ഞു. ഈ പേപ്പർ വായിക്കാൻ തുടങ്ങിയ ഈ വിസ തട്ടിപ്പിന്റെ കാര്യേ ഉള്ളു. എന്തൊരു കഷ്ടമായത്. എന്തൊരു കഷ്ടം. ഇത്രയും വാർത്തകൾ വന്നിട്ട് ഈ മലയാളികൾ പഠിക്കത്തില്ല. ആരെങ്കിലും വിദേശത്ത് തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടാൽ മതി, അന്നേരമുള്ള വീടും പണയം വെച്ച് കടവും മേടിച്ച് പൈസ കൊണ്ട് അവർക്ക് കൊടുക്കും. സത്യം. എത്ര കിട്ടിയാലും പഠിക്കും. എന്റെ കൂട്ടുകാരിയുടെ ചേച്ചിക്ക് ഇങ്ങനെ പറ്റിയില്ലേ, നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി 3 ലക്ഷം രൂപ മേടിച്ച്, എന്നിട്ട് പറഞ്ഞ് ബാക്കി 3 ലക്ഷം രൂപ അവിടെ കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് അടച്ചാൽ മതിയെന്ന്. ഇവരെന്ത് ചെയ്ത് ഈ കിട്ടിയ 3 ലക്ഷം കൊണ്ട് മുങ്ങി. അത് ഇവരുടെ തട്ടിപ്പിന്റെ പുതിയൊരു ട്രാക്കാണ്. അതായത് ഇപ്പൊ വിസയ്ക്ക് 10 ലക്ഷം രൂപയാണെന്ന് വെച്ചോ, മൊത്തം പൈസ ആദ്യം മേടിക്കത്തില്ല. നിങ്ങളൊരു 4 ലക്ഷം രൂപ തന്നാൽ മതി, ബാക്കി 6 ലക്ഷം ജോലി കിട്ടിയിട്ട് 6 മാസം കൊണ്ടോ 10 മാസം കൊണ്ടോ തന്നാൽ മതി എന്ന് പറയുമ്പോൾ കൊടുക്കുന്നവര് വിശ്വസിക്കും. പൈസ എടുത്ത് കൊടുക്കുകയും ചെയ്യും, അതുകൊണ്ട് അവരങ്ങ് പോവുകയും ചെയ്യും. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാടാ? എങ്ങനെ അറിയാവുന്നോ? എന്റെ ചേട്ടൻ ജെറാൾഡില്ലേ, അവനിതേപോലെ ദുബായി പോകാനായിട്ട് പാറശാലുള്ള ഒരാളെ 2 ലക്ഷം രൂപ വിസയ്ക്ക് കൊടുത്തു. അങ്ങനെ ഇവൻ തിരിച്ചും മറിച്ചും കൈ കടന്ന് എല്ലാടൊക്കെ പണയൊക്കെ വെച്ചിട്ട് 2 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. 1 മാസമായി 2 മാസമായി പൈസ മേടിച്ചിട്ട് ഒരു അനക്കവും ഇല്ല. അവസാനം ഞങ്ങളവിടെ തിരക്കി ചെന്നപ്പോൾ മനസ്സിലായി തട്ടിപ്പാണ്. അവിടെ നിനക്ക് വിസ ഒന്നും വേണ്ട, പൈസയും ചെന്നാൽ മതി. അവന്റെ പൈസ ഇല്ല. അപ്പൊ പറഞ്ഞ അടുത്ത മാസം തരാന്ന് പറഞ്ഞു. അങ്ങനെ പൈസക്ക് ഞാനും ജെറാൾഡോ കയറി ഇറങ്ങി ഓരോ അവധി ഇങ്ങനെ പറഞ്ഞു. കയറി ഇറങ്ങി ഈ വിസ തട്ടിപ്പാന്റെ മുകളിലോട്ട് ജെറാൾഡ് ലൈനായി. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അങ്ങനെയായിരുന്നു അത്. പിന്നെ വിസക്ക് കയറി ഇറങ്ങി അവനൊരു ഫാമിലിയായി. അതാണ് ഈ ഫാമിലി വിസ എന്ന് കേട്ടിട്ടില്ല. ഉള്ളത് പറയാമല്ലോ, പുട്ട് തീരെ പോരാന്നല്ല. കുറച്ചുകൂടെ വേണോ? എന്നാ കുറച്ചുകൂടെ കഴിച്ചോ. ഇത് കഴിച്ച് പരുവത്തിലെടുക്കാം. കഴിക്കട്ടോ. ഈ പഴവും മൊത്തണ്ടാക്കിയതാണോ? അത് ഇന്നലെ വെച്ച വാഴ. നല്ല ഏറ്റില്ലല്ലേ? കുഴപ്പമില്ല. രത്നമ്മ ഉണ്ടോ മോളെ? ഉണ്ട്, ഞാൻ വിളിക്കാം. അമ്മൂമ്മ, സരോജിനിയാ, നീ എങ്ങനെ വന്ന? ആട്ടോ, നിനക്ക് ഇവിടെ വരാൻ അറിയായിരുന്ന വഴി? അന്ന് നമ്മൾ അമ്പലത്തിൽ സപ്തതിക്ക് കണ്ടില്ലേ, അപ്പോഴും നീ പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഞാൻ മേലെ ജംഗ്ഷനിൽ വന്നിട്ട് നിന്റെ മോന്റെ പേര് പറഞ്ഞപ്പോൾ അവർ വഴി കാണിച്ചു. പക്ഷെ എന്തായാലും നിനക്ക് എന്നെ കാണാൻ വരുന്നല്ലോ, സന്തോഷമായി. നിന്റെ വിശേഷങ്ങളൊക്കെ പറ, കേക്കട്ടെ. വിശേഷങ്ങളല്ലടി പറയാൻ വന്നത്, എൻ്റെ വിഷമം പറയാനാ വന്നത്. എന്തോന്ന് വിഷമം? എൻ്റെ കെട്ടിയവൻ കെട്ടിയിട്ട വീട്ടിൽ ഞാനിപ്പം ജയിലിൽ കിടക്കും പോലെ കിടക്കണത്. എനിക്ക് പുറത്തിറങ്ങാൻ പാടില്ല, ആരുമായിട്ട് മിണ്ടാൻ പാടില്ല, ആരുമായിട്ട് സംസാരിക്കാനോ ആരും വരാനോ പാടില്ല. ഇപ്പോൾ ഒരു വേലക്കാരി വന്നിട്ടുണ്ട്, അവൾ ഉണ്ടാക്കണതേ എനിക്ക് കഴിക്കാവൂ. അവർ വെളിയിൽ പോയി പാർസൽ വാങ്ങിച്ചോണ്ട് വെച്ച് മുറിക്കകത്തിരുന്ന് കഴിക്കും. പ്രായമായിപ്പോ എന്ന് കരുതി പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ലേ? അല്ല, നിനക്ക് ഒരു ആൺതരിയല്ലേ ഉള്ളു. അപ്പം നിന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഓർക്കാൻ കൂടെ കഴിയുന്നില്ലേ പൊന്നെ? ഇത്രയും നാൾ ഞാൻ എല്ലാം സഹിച്ചു, ഇതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റൂല. എന്തോന്ന്?
എൻ്റെ കെട്ടിയോൻ്റെ പെൻഷൻ വരുന്ന പാസ്ബുക്ക്, ATM കാർഡ് എല്ലാം അമ്മ വാങ്ങിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ പോലീസിൽ പരാതി കൊടുക്കാനായിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നിൻ്റെ മോൻ പോലീസുകാരനാണല്ലോ. അങ്ങനെയാണ് ഞാൻ വന്നത്. അവൻ ഇവിടെ ഉണ്ടോ? രാത്രി അവൻ എവിടെയൊക്കെ പോയിട്ട് കാലത്തെ വന്ന് കിടക്കുന്നത് കണ്ട്. ഞാൻ വിളിക്കേ. മുത്തേ മുത്തേ കൊച്ച മക്കളെ, മാമനെ ഒന്ന് വിളിക്ക്. മാമ ഉച്ചവരെ വിളിക്കില്ലെന്നല്ലേ അമ്മൂമ്മ പറഞ്ഞേ? അമ്മൂമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, മക്കൾ വിളിക്കും. ശരി അമ്മൂമ്മ. അല്ല, ഞാൻ വന്നപ്പോൾ അവിടെ ഒന്ന് തങ്കത്തിൻ്റെ മോളല്ലേ? ആ, എൻ്റെ തങ്കത്തിൻ്റെ മൂത്ത മോളതല്ലേ. ഞാനില്ല, അമ്മൂമ്മയെ പറഞ്ഞത് മാമനെ വിളിക്കാൻ. അപ്പുറത്ത് വേറെ ഏതോ അമ്മൂമ്മ വന്നിരിക്കുന്നു. മാമനെ പേടിക്കാൻ എന്തിനാ? ആരാ വന്നേ? ആ, അവിടെ ഏതോ ഒരു അമ്മൂമ്മ വന്നിരിക്കുന്നു. ചിരിച്ചോണ്ട് പറയാം. എന്തിനാ വന്നേ? ആ, പേടിക്കണ്ട കേട്ടോ. വാ. അയ്യോ, ഉച്ചവരെ ഉറങ്ങാന്ന് വിചാരിച്ചാണ്. എന്നാലും സാരമില്ല, മക്കളായോണ്ട്. നീ എന്തിനാ കനക ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇല്ല, അമ്മ പറയുന്ന ഇങ്ങനെ കേട്ടോണ്ടിരിക്കായിരുന്നു. സഹിക്കാന്നുള്ളിടത്തോളം എല്ലാം ഞാൻ സഹിച്ചു മോനെ. ആകെയുള്ള ഒരു മോനാ. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ അടുത്തെങ്കിലും പോയി നിൽക്കായിരുന്നു. അമ്മ ഇങ്ങോട്ട് വന്ന കാര്യം അവർക്കല്ലോ അറിയാം. ഇല്ല, കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. അമ്മ വീട്ടിലോട്ട് പോയിക്കോളൂ. സ്റ്റേഷനിൽ പോകണ്ടേ മോനെ? അമ്മ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാമേ. അമ്മയുടെ നമ്പർ അമ്മയുടെ ഉണ്ടല്ലോ, ഞാനത് എടുത്തിട്ട് അമ്മയെ വിളിക്കാം. വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കാം കേട്ടാ. വിഷമിക്കണ്ട. റൊണാൾഡേ, റൊണാൾഡേ, ആ വന്നേടാ. എന്താ വെച്ചാ? ഈ അമ്മ ഒരു വണ്ടി, ഓട്ടോയോ ഏതെങ്കിലും വണ്ടിയിലൊന്ന് കയറ്റി വിട്ടേക്കണം. ചെന്നാ മതി. ശരി, നീ പോയിട്ട് വിഷമിക്കണ്ട കേട്ടാ. ശരി. നീ എന്ത് പരാതി എഴുതി വാങ്ങിക്കായിരുന്നത്? പരാതി മേടിക്കുന്ന സ്റ്റേഷനല്ലേ. നമുക്ക് സ്റ്റേഷനിൽ പോകാതെ പരാതി ഒന്നും മേടിക്കാതെ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. ഞാനേ വീട്ടിൽ അമ്മയുടെ ഒരു കൂട്ടുകാരി വിരുന്ന് വന്നു. അപ്പൊ ആ അമ്മ ഒരു ഓട്ടോക്കകത്ത് കയറ്റി അങ്ങോട്ട് വിടാനായിട്ട് പോയാ. എവിടെ പോയി? ഒന്നും പറയണ്ടേ, 2 ദിവസം കൊണ്ട് സ്റ്റേഷൻ കയറി ഇറങ്ങിയാണ്. പോലീസ് സ്റ്റേഷനിലെ? ഓ, കനക സാർ ഇല്ലേടെ ഇപ്പൊ ഇവിടെ? കനമച്ചമ്പി എന്തോ ഒരു ഉദ്യോഗ കയറ്റത്തിന് വേണ്ടിട്ട് എന്തോ കോഴ്സ് പഠിക്കാൻ വേണ്ടി ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞോ. സ്റ്റേഷൻ എന്ത് വിഷയം? എന്റെ വീട്ടിന്റെ പുറകെയല്ലേ എന്റെ സഹോദരി താമസിക്കുന്നു. ഓ, അവളാണ് എന്നും അതിര് തോണ്ടക്കും. ആ, അവക്ക് ഇനി അതിര് വിട്ടു. ശരി. എന്നിട്ട് ഒരു 2 ദിവസത്തിന് മുമ്പേ ആ മഴയത്തുണ്ടല്ലേ, ഇവള് വന്ന് ഒരു തൂമ്പയെടുത്തോണ്ട് ഇത് അതിലങ്ങ് തോണ്ടി എന്റെ ഈ വെള്ളം അത്ര എന്റെ വസ്തുവിലോട്ട് കയറ്റി. അയ്യോ, എന്നിട്ട് തമ്മിലങ്ങ് വഴക്കായി. അങ്ങനെ ഇവളെ മാപ്പിള ഇറങ്ങി ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് കയറി ചൂടായി. പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല, പൊട്ടിച്ച് ഞാൻ 2 അവൻ അതോടുകൂടി നേരെ സ്റ്റേഷനിൽ ചെന്ന് കേസും കൊടുത്തു. പരാതി കൊടുത്തോ? ഓ,
ഇപ്പൊ എന്തരായി എന്നിട്ട്? അപ്പൊ എന്താ പറയാ, ഞാൻ പറയും ഞാൻ കൊടുക്കൂല സാറേ, ഞാൻ കൊടുക്കാനുള്ള എല്ലാം ഇവർക്ക് കൊടുത്തു. ഇനി എനിക്ക് അറിഞ്ഞൂടാ ഇത്. അപ്പൊ അങ്ങനെ ഇപ്പൊ സർക്കിളിന് വിടണോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ അവര് പറയുന്നത് ഇനി അതിന് വസ്തു നീ കൊടുക്കണമെന്നാണോ പറയുന്നത്? കൊടുക്കണമെന്ന്, ഈ അതിനും കൂടെ ഇനി കൊടുക്കണമെന്ന്. അത് പറ്റത്തില്ല, സർക്കിളിലൂടെ പോയാൽ മതി. സർക്കിളിലൂടെ പോയാൽ പറഞ്ഞ വലിയ വഴക്കില്ലാത്ത രീതിയിൽ അങ്ങ് ഒത്തുറപ്പാക്കിയാൽ മതി. പിന്നെ റൊണാൾഡോ ഒരു ഉപകാരം ചെയ്യണം. നമ്മളെ കനക സാറുണ്ടല്ലേ, സാറിന്റെ അടുത്തൊന്ന് പറയണം. ഞാൻ പറയാം, ഇനി ഒരു കാര്യം നടക്കുമെങ്കിൽ സാർ നമുക്കറിയാന്നുള്ള ഒരാളല്ലേ. ഞാൻ മെച്ചപ്പെട്ട് സംസാരിച്ചിട്ടെ ഞാൻ മുരളീനെ വിളിക്കാം കേട്ടോ. ഇനി അവർ വഴക്കായിട്ടൊന്നും ഇല്ല നിൽക്കണ്ട ഇല്ല കേട്ടോ. ഇല്ല, അന്ന് എന്നെ അടിച്ച തന്നെ എനിക്ക് വലിയ പ്രയാസമായി പോയിട്ട്. ആ കുഴപ്പമില്ല, പോട്ടെന്നാ. ശരി ശരി. ശരി ശരി. മോനാ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിലോട്ട് വരുമായിരുന്നല്ലേ? ഇല്ലമ്മേ, ഇവിടെ വന്ന് അമ്മ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാമല്ലോ. മക്കളൊക്കെ ഉണ്ടോ? ഉണ്ട്, അവരെല്ലാം ഉണ്ട്. വന്നേ. വരാം. മോയിരിക്കും. ആ. അമ്മ ഇരിക്ക്. വാ. നല്ല വീടാണല്ലോ. മോനും ഒരുമളൊക്കെ ഉണ്ടോ? ആ, നമസ്തേ. എൻ്റെ പേര് കനകനെന്നാണ്. ഞാനിവിടെ പൂജപ്പുര സ്റ്റേഷനിലെ പോലീസാണ്. അറിയാം സാറേ, കണ്ടിട്ടുണ്ട്. ആ, എൻ്റെ അമ്മയും ഈ അമ്മയും കൂട്ടുകാരാ. ഓഹോ. ആ, അങ്ങനെ വന്നാണ്. വൈഫൊക്കെ ഇല്ലേ? ആ, വൈഫുണ്ട്. ഷോഫേ, ഷോഫേ എന്തോ വരും. നമസ്കാരം. ഞാൻ അമ്മയുടെ കൂട്ടുകാരുടെ മകനാ. ഇവിടെ പൂജപ്പുര സ്റ്റേഷനിലെ പോലീസാണ് ഞാൻ. പേടിക്കണ്ട, ഞാൻ പോലീസായിട്ടല്ല വന്നത്. വേറൊരു കാര്യം പറയാനായിട്ട് ഇങ്ങനെ വന്നു. കഴിഞ്ഞ ദിവസം അമ്മ വീട്ടിൽ വന്നായിരുന്നേ. അങ്ങനെ ഇന്ന് പോണ്ടായിരുന്നല്ലേ? ഇന്ന് പോയില്ല. ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഇങ്ങനെ അമ്മ പറയായിരുന്നു, മിക്കവാറും എല്ലാ അമ്മമാർക്കുള്ള ഇതായിരിക്കും അത്, അമ്മയെ ശ്രദ്ധിക്കുന്നില്ലെന്നോ, അമ്മ ഇവിടെ എങ്ങനെ നിങ്ങൾ ഓഫീസിൽ പോകുന്ന സമയത്തോ അല്ലാതെയൊക്കെ ഇവിടെ എങ്ങനെ അമ്മയ്ക്കൊരു സ്വാതന്ത്ര്യമില്ലെന്നൊക്കെ പറയുന്നു. അമ്മയ്ക്ക് സമയത്ത് ആഹാരം കൊടുക്കുന്നില്ലെന്നും അമ്മ ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ലെന്നൊക്കെയാണ് പറയുന്നത് അമ്മ. അപ്പം അത് വേറൊന്നും വിചാരിക്കണ്ട. അമ്മ സ്വാഭാവികമായിട്ട് ഇപ്പം ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ വന്ന പരാതി കൊടുക്കാനുള്ളൊരു സോഴ്സ് ഉണ്ട് നമുക്ക്. പ്രായമായവരെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ചില നിയമ നടപടികളൊക്കെ ഉണ്ടല്ലോ. അമ്മ അങ്ങനെ ഒരു പരാതി സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്താൽ നിങ്ങൾ രണ്ടുപേരെ സ്റ്റേഷനിൽ വിളിപ്പിക്കും. പിന്നെ അറിയാമല്ലോ, ഓരോ ചോദ്യങ്ങളായി പറച്ചിലായി വെറുതെ അത്ര ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? സാറേ, അമ്മ പറയുന്ന പോലെ അല്ല. അമ്മ ഈ പറയുന്നത് ഈ അയൽപ്പക്കത്തെ എല്ലാ സ്ഥലത്തും പോയി പറയും, നമ്മളൊന്നും ചെയ്യുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല, ഇങ്ങനെ കെട്ടിയിടുന്നു, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ സാർ സത്യം അറിയാം. സത്യം എന്താ? ഇതൊക്കെ തന്നെയാണ് സത്യം, അല്ല എന്താ? പറയട്ടെ അമ്മ. സാറേ, അമ്മയ്ക്ക് ഷുഗർ കൂടിയിട്ട് ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയിരുന്നു. ഇപ്പം 2 നേരം ഇൻസുലിൻ എടുക്കുന്നു. അതുകൊണ്ടാണ് സാർ അമ്മയ്ക്ക് കഴിക്കാൻ വയ്യാത്ത മധുര പലഹാരങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ മാറ്റി വെക്കുന്നത്. അതുകൊണ്ടാണ് സാർ, അല്ലാതെ അമ്മയോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല. അമ്മയ്ക്ക് അസുഖം ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് സാർ ചെയ്യുന്നത്. BP ആണ്, ഹൈ BP ആണ് സാർ. കഴിഞ്ഞ ദിവസം അടുത്ത വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി അമ്മ അവിടെ തലകറങ്ങി വീണു. അത് ഒരു ഓട്ടോക്കാരൻ കണ്ടിട്ട് ഓട്ടോയെ കയറ്റി ഇവിടെ കൊണ്ടാക്കിയിട്ട് ചേട്ടന് പിന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് സാർ, അല്ലാതെ ഞങ്ങൾക്ക് അമ്മയോട് ഇഷ്ടക്കുറവോ അല്ല അമ്മയെ വിഷമിപ്പിക്കണമൊന്നും ഇല്ല സാർ. നിങ്ങൾ ഓഫീസിൽ പോകുന്ന സമയത്ത് അമ്മ? സാർ, ഓഫീസിൽ പോകുന്ന സമയത്ത് അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു വേലക്കാരി ആക്കിയിട്ടുണ്ട് സാർ. അമ്മയോട് വേലക്കാരി വയ്ക്കാൻ അമ്മ സമ്മതിക്കത്തുമില്ല. അമ്മ ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് സാർ. മോനെ, മോൻ ഇത് കേട്ടൊന്ന് വിശ്വസിക്കരുത്. ഇത് എന്റെ വീടാ, എനിക്കിത് സ്വാതന്ത്ര്യം വേണം. ശരി, അമ്മ പറയുന്നത് ശരിയാണ്. അമ്മയുടെ വീടല്ലേ, അമ്മയ്ക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? അമ്മ പറഞ്ഞ എനിക്ക് മനസ്സിലായി. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, അമ്മയുടെ പരാതി സ്വീകരിക്കാം. അമ്മ എന്നോട് സ്റ്റേഷനിൽ വന്നാൽ മതി. അമ്മ സ്റ്റേഷനിൽ വന്ന് പരാതി സ്വീകരിച്ച ഉടനെ തന്നെ അമ്മയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം വേറെ തരുമല്ലോ. നമ്മൾ ഈ ഓൾഡ് ഏജ് ഹോമൊക്കെ ഇല്ലേ, അമ്മ പ്രായമായവർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷെ ഒരു ചെറിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ആകുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാം, ഇഷ്ടമുള്ളവരെ കാണാൻ പറ്റും, എല്ലാം പറ്റും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടേ. അത് ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കേണ്ടി വരും,
പിന്നെ എല്ലാവരും ഒരുമിച്ചൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. നമുക്ക് മാറിയിരുന്ന് അങ്ങനെയൊന്നും പറ്റൂല. നമ്മുടെ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ നടക്കില്ല. സുഖമായിട്ട് നോക്കിയൊക്കെ ചെയ്യും. അത് അമ്മയ്ക്ക് പൊരുത്തപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരൊന്നും കാണാനും പറ്റില്ല. പിന്നെ മാത്രമല്ല, അമ്മയുടെ പരാതി കിട്ടിയ ഉടനെ തന്നെ ഈ മോനെ എടുത്തകത്തിട്ട് നമ്മൾ. കാരണം അതല്ല അമ്മയെ നോക്കാത്തൊരു മോൻ നമുക്ക് വേണ്ട. അങ്ങനെ നിയമമുണ്ടല്ലോ. അപ്പൊ പുള്ളി എടുത്ത് നമുക്ക് ജയിലിലിടാം. അയ്യോ വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. അല്ല, അമ്മയ്ക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? അമ്മയ്ക്ക് ഇവിടെ അവിടെ പോ എന്താ വേണ്ട? ഇപ്പൊ അങ്ങനെയൊന്നും വേണ്ട. എനിക്ക് ഒരിടവും പോണ്ട. എനിക്ക് എന്റെ മക്കളെ കാണാതിരിക്കാൻ വയ്യ. എന്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ എനിക്ക് കാണാം. എനിക്ക് ഒരു പരാതിയില്ല. ഒന്ന് വിരട്ടിയാ മതി. അമ്മയുടെ പാസ്ബുക്കും ATM കാർഡൊക്കെ നിങ്ങളെടുത്ത് പൂട്ടി വെച്ചേക്കുന്നത് അമ്മ പറയുന്നത്. സാറേ, അത് അങ്ങനെയല്ല കാര്യം. നമ്മുടെ അച്ഛൻ്റെ പെൻഷൻ്റെ കാശ് അമ്മയുടെ പേർക്കാണ് വരുന്നത്. ഈ ക്യാഷ് എടുത്ത് ആർക്കൊക്കെയോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പലിശയ്ക്ക് കൊടുക്കുന്നതാണിത്. പക്ഷെ ആർക്ക് കൊടുത്തോ എന്താണെന്ന് അമ്മയ്ക്ക് പിന്നീട് യാതൊരു ഓർമ്മയില്ല. നമുക്കിതിൻ്റെ ആവശ്യമില്ല സാറേ. അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നത്. നമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ചതിനകത്തിരിക്കും. ഇവരെ വരട്ടെ, നമ്മ കേൾക്കണ്ട. നമ്മ നേരിട്ടിരിക്കേ. ഞാൻ വിളിക്കാം. ഇരിക്കുന്നു. പറഞ്ഞോ. ഒരാളുടെ ഭാഗം മാത്രം കേട്ടാൽ പോരല്ലോ. നിങ്ങളോട് കേൾക്കണം തോന്നാണ്ട വന്നത്. നന്നായി. ഇത് സംഭവം വെച്ചാൽ പ്രായമാവുന്ന സമയത്തെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് കൊതികൾ. നമ്മൾ വേണ്ട എന്ന് പറയുന്നിടത്ത് തുടങ്ങും ആഗ്രഹങ്ങൾ. അതെല്ലാവരും അങ്ങനെ. പ്രത്യേകിച്ചും പലഹാരം എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്കാലത്ത് ഒരുപാട് ശീലിച്ച് വളർന്നതല്ലേ. നമ്മളൊക്കെ മധുരം മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലേ. എന്തിനാ പേടിച്ചിരിക്കുന്നത്? സങ്കടപ്പെടുന്നതിനാ? അല്ല സാർ, ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് സാർ. അതിപ്പോ എന്നറിയാമോ, നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്ന് പരാതി പറയും. കൊടുത്താൽ പറയും കുട്ടികൾ എങ്ങനെയാ, കുട്ടികൾ ഇങ്ങനെ നിർബന്ധിച്ച് തരിക, ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് പറയും. പ്രായമാകുമ്പോൾ എങ്ങനെയൊക്കെ തന്നെ ഈ പരിഗണന എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വയസ്സായവർ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അമ്മയും കൊണ്ടുവന്ന് പോവുക. എപ്പോഴും വേണ്ട, എപ്പോഴെങ്കിലും ഒരിക്കൽ. പിന്നെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഒന്ന് അവരെയും കൂടി ഇരുത്തി സംസാരിപ്പിക്കുക. അവരിവിടെ ഉണ്ടെന്ന് തോന്നല് അവർക്കുണ്ടാവണം. കാരണം ഒരുപാട് നാൾ ഒരുപാട് പേരെയൊക്കെ ഇങ്ങനെ ശാസിച്ചും ഒക്കെ വളർന്ന ഒരാളല്ലേ, ശീലിച്ച ഒരാളല്ലേ. അപ്പം അതിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും നമുക്ക്. ഈ വയസ്സായ ആൾക്കാരെന്ന കുട്ടികളെ പോലെ ആവുന്ന പറയുന്നത്. നാളെ നമ്മളിവിടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിച്ചോളാം. പിന്നെ അതൊക്കെ വേണം. ഇത് വലിയ ഇതൊന്നുമില്ല. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ടെൻഷൻ അടിക്കണ്ട, വിഷമൊന്നും വിചാരിക്കണ്ട. ഒരു പരിഗണന കൊടുക്കുക. തീർച്ചയായിട്ടും കേട്ടോ. ആയിക്കോട്ടെ സാർ. സ്നേഹം കൊണ്ടാ. ഓ ശരി. ഹലോ. എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. ഞാൻ ഈ വീട്ടിലെ ആരാ? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഈ വീട്ടിലെ ആരാണെന്ന്. കുറച്ച് കലിപ്പിലാണ്. കാര്യം പറഞ്ഞാലും മതി. എല്ലാം ഒപ്പം തന്നെ. കാര്യം പറഞ്ഞോണ്ടെങ്കിൽ കാര്യം പറയേ. എന്താത്തിന് കാര്യം പറയുന്നത്? കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? ഏട്ടാ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ സുലിച്ചേച്ചിയില്ലേ, സുലിച്ചേച്ചിയുടെ ഒരു ബന്ധുവിനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോയി 9ാം മാസത്തില്. അപ്പൊ സുലിച്ചേച്ചി ആ ചടങ്ങിന് പോയിരിക്കുവായിരുന്നു. അപ്പൊ അവിടുന്ന് കുറെ പലഹാരങ്ങൾ കൊണ്ടുവന്ന് അതിലൊരു പങ്ക് നമുക്കും തന്ന്. അതിൽ ലഡുവും ജിലേബിയും അലുവ എല്ലാം ഉണ്ടായിരുന്നു. അതിൽ മധുരമുള്ള ഐറ്റംസ് ഒക്കെ അമ്മ നല്ലപോലെ തിന്നു. ഇനി അമ്മയുടെ കൺമുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇനിയും തിന്നുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ച്. അത്രേ ഉള്ളു കാര്യം. അത്രേ ഉള്ളു കാര്യം എന്നാ? ഇത് എന്റെ വീട്. എന്റെ വീട്ടിൽ എന്ത് തിന്നണം എന്ത് തിന്നണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. സാരമില്ല, ഞാനേ റൊണാൾഡിന്റെ പൈസ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അവ അലുവയും ജിലേബിയും ലഡു എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് തിന്നു. ഒരൊറ്റ എണ്ണ ആരും തൊട്ട് പോകരുത്. ആരാണ് എന്നെ ചോദ്യം ചെയ്യുന്നതെന്ന് എനിക്കറിയണോ? ഓ